മാസപ്പടി കേസിൽ ഇഡിയുടെ നിർണായക നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലത് തുടരുകയാണ്. ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ, മുൻ കാഷ്യർ വാസുദേവൻ എന്നിവരാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇവരെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ചിരുന്നു. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാനി, CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അടുത്തതാര്, ഇനി ആരിലേക്ക് ഇഡി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എത്ര വേഗം മുഖ്യമന്ത്രിയുടെ മകളിലേക്കും എക്സാലോജിക്കിലേക്കും ഇഡി എത്തുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവശേഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഭവ്യ, ഈ മാസപ്പടി വിവാദം അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് കടക്കുമ്പോൾ, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം എന്ന രീതിയിലേക്ക് പറയാവുന്നത്. നമുക്ക് ഈ കേസന്വേഷണം കുറച്ച് നാളുകളായി തുടങ്ങിയെങ്കിലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി തിടുക്കം അല്ലെങ്കിൽ കുറച്ചുകൂടി വേഗത്തിലേക്ക് ഇഡി കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്തിടെ CMRL ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്നു. ഒപ്പം MD ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഈ നടപടികളെല്ലാം സൂചിപ്പിക്കുന്നത് എക്സാലോജിക്കിലേക്ക് പരമാവധി വേഗത്തിൽ കടന്നു ചെല്ലുക എന്നത് തന്നെയാണ് എന്നൊരു പൊതുവിലയിരുത്തൽ തന്നെയുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ അന്വേഷണം ദ്രുതഗതിയിൽ നീങ്ങുകയാണ്. ആദ്യഘട്ടമായി CMRL ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചിരുന്നു. അതിൽ ആദ്യം 3 ഉദ്യോഗസ്ഥർ ഹാജരാകുന്നു. CFO അടക്കം മറ്റ് 2 ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുന്നു. അവരെ 24 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് തന്നെ പറയാം. അവരുടെ കമ്പ്യൂട്ടർ വിഭാഗത്തിലെ മേധാവിയായ അഞ്ജു എന്ന് പറയുന്ന സ്ത്രീ ഉൾപ്പെടെ ഇവരുൾപ്പെടെ 24 മണിക്കൂറാണ് ഈ 3 പേരെയും തന്നെ ചോദ്യം ചെയ്തത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകുന്നത്. പക്ഷേ ഹാജരാകുന്നില്ല. പിന്നീട് നോട്ടീസ് നൽകിയ വിളിച്ചു വരുത്തിയ ഇന്നും ഹാജരായിട്ടുള്ള ചീഫ് ജനറൽ മാനേജർ ഉണ്ട് പി സുരേഷ് കുമാർ, അതോടൊപ്പം തന്നെ മുൻ കാഷ്യറാണ് വാസുദേവൻ. ഇവർ 2 പേരോടും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യ ദിവസം ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിൽ അവർ ഹാജരായിരുന്നില്ല. പകരം നേരത്തെ ഉണ്ടായിരുന്ന ഈ 3 പേര് ഹാജരായവരെ ഉപഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് ചെല്ലുകയും തങ്ങളെ 24 മണിക്കൂർ ചോദ്യം ചെയ്യുന്ന മാനസികമായ പീഡനങ്ങളാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഈ വനിതാ ജീവനക്കാരിയെ രാത്രിയും അവിടെ ഇരുത്തി അവരെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം, ഇതെന്തിനെന്ന് വിശദീകരിക്കണം. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉപഹർജി അടക്കം നൽകിയിരുന്നു. ആ ഉപഹർജിയും നാളെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ സ്ഥിതിവിശേഷങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ തന്നെ അവിടെ ഇവർ ആവശ്യപ്പെട്ട രീതിയിലുള്ളൊരു ഫയലുമായിട്ട് CFO കൂടിയായ K സുരേഷ് കുമാർ അവിടെ ഹാജരായിരുന്നു. ഫയൽ കൈമാറിയ ശേഷം അദ്ദേഹം തിരികെ പോയിരുന്നു. പക്ഷേ ആവശ്യപ്പെട്ട രേഖകൾ അതില്ല എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വളരെ പെട്ടെന്ന് വളരെ നാടകീയമായിട്ട് തന്നെ CMD ആയ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. അത് തന്നെയാണ് പ്രധാനം. ഇത്തരത്തിൽ കർത്ത സമർപ്പിച്ച ഹർജികൾ നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ എന്തുകൊണ്ടായിരിക്കാം ഇത്ര വേഗത്തിൽ, ഇത്ര തിടുക്കത്തിൽ വീട്ടിൽ കയറി ചോദ്യം ചെയ്യാൻ ഇഡി നീക്കം നടത്തിയത്? ഭവ്യ, ഇക്കാര്യത്തിൽ ഇഡിക്ക് സ്വാഭാവികമായും വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യാം. പക്ഷേ അതിലൊരു സാഹചര്യമാണ് പരിശോധിക്കേണ്ടത്. കാരണം ഇപ്പോൾ വളരെ തിടുക്കത്തിൽ ഇത് എന്തിനാ ഈ ഒരു നീക്കം എന്നതാണ്. അതിൽ ശശിധരൻ കർത്തയുടെ ഹർജി നാളെ പരിഗണിക്കുകയാണ്. ഇക്കാര്യത്തിൽ അദ്ദേഹം 2 തവണയും ചൂണ്ടിക്കാണിച്ചത് ഒരേ വിഷയങ്ങളാണ്. താൻ രോഗാവസ്ഥയിലാണ്, തൻ്റെ ആ ഗുരുതരാവസ്ഥയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒപ്പം ഇതിനോട് സഹകരിക്കാം. പക്ഷേ എന്താണ് അവർക്ക് അറിയാനുള്ളതെന്ന് സംബന്ധിച്ച് ചോദിച്ചാൽ അത് രേഖാമൂലമായി നൽകിയാൽ അതിന് അങ്ങനെ മറുപടി നൽകാമെന്നത് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യം പരിഗണിക്കുകയാണെങ്കിൽ കോടതി ഒരുപക്ഷെ ആ കാര്യം അനുവദിക്കുകയാണെങ്കിൽ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാകും ഇഡിക്ക് അതിൽ ഇല്ലാതാവുന്നത്. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇഡിയുടെ സംഘം അവിടേക്ക് ചെല്ലുകയും ഇന്നലെ മണിക്കൂറുകളോളം, അതായത് രാവിലെ 10:30 ചെന്ന സംഘം ഏതാണ്ട് രാത്രി അത്ര തന്നെ സമയം 10 മണിയോടുകൂടിയാണ് സംഘം പിരിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും സമയം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നില്ല എന്നൊരു പരാതി തുടക്കം മുതൽ തന്നെ ഇഡിക്കുണ്ട്. ആ രേഖകളെല്ലാം തന്നെയും എക്സാലോജിക്കുമായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായും ബന്ധപ്പെട്ട രേഖകൾ തന്നെയാണ്. ഈ രേഖകൾ ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടൊരു കമ്പനി രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ നൽകാൻ കഴിയില്ല. അതിന് MDയുടെ അടക്കമുള്ള
അനുമതികൾ വേണമെന്ന കാര്യങ്ങൾ ഇവർ വിശദീകരിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയക്കുകയും അദ്ദേഹം അതിൽ വരാതിരിക്കുകയും ചെയ്തപ്പോൾ തുടർന്ന് ED നേരിട്ടിടപെടുകയായിരുന്നു, നേരിട്ട് വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. ഇന്നലെ ചില രേഖകൾ എവിടെ നിന്ന് ED എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ രേഖകളുടെ സ്വഭാവം എന്തെന്നോ അത് ഏതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നോ ഒന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ നാളെ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ED അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമായിരിക്കും. കാരണം ഇത് എന്തുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്, അല്ലെങ്കിൽ ഇനി പിടിച്ചെടുത്ത രേഖകളുടെ സ്വഭാവം എന്താ, ഇനി എത്ര ഈ രേഖകളിൽ എന്തെല്ലാമാണ് തങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെടാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമാക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ചോദ്യം, ഈ രണ്ടാമത് നോട്ടീസ് നൽകി വീട്ടിലെത്തി ചോദ്യം ചെയ്തത് എന്ന ആ നടപടി, EDയുടെ കർത്തയെ ചോദ്യം ചെയ്ത ആ നടപടി സൂചിപ്പിക്കുന്നത് ഏത് നടപടിയിലേക്കും ED കടക്കും എന്നൊരു സൂചനയാണോ അവിടെ മനസ്സിലാക്കേണ്ടത്? ഒരു സംശയവുമില്ല, അത് തന്നെയാണ് ഭവ്യ വ്യക്തമാക്കുന്നത്. കാരണം അടുത്ത നടപടിയും ഈ രീതിയിലുള്ള നടപടികളിലേക്ക് തങ്ങൾക്ക് ചെല്ലാൻ യാതൊരു മടിയുമില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ED നൽകുന്നത്. അത് അടുത്ത നടപടി എന്ന രീതിയിൽ എക്സാലോജിക്കിലേക്കോ വീണ വിജയനിലേക്കോ തങ്ങൾക്ക് സമാനമായ രീതിയിൽ കടന്നു ചെല്ലാം. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കും, സമൻസ് വീണ വിജയൻ അയക്കും എന്ന ഒരു അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നൊരു പറച്ചിൽ EDയിൽ തന്നെയുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാമുള്ള ഒരു ചുവട് കൂടി അടുക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നടപടികളിലേക്ക് തങ്ങൾക്ക് എത്താൻ ഒരു തടസ്സവുമില്ല എന്ന് ED ഒന്ന് പറയുകൂടി ചെയ്യുകയാണ് കർത്തയുടെ വീട്ടിലേക്കുള്ള ഈ ചോദ്യം ചെയ്യാൻ നേരിട്ട് കടന്നു ചെല്ലുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായി തന്നെയാണ് ഇതിനെ CPM നോക്കി കാണുന്നത്. ഈ ഒരു നടപടിയും CPM അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഈ നടപടികളിലൂടെ ED ചെയ്യുന്ന ED കേന്ദ്ര സർക്കാരിൻ്റെ അടക്കമുള്ളൊരു ചട്ടുകമായി മാറുന്നു എന്ന് നേരത്തെ തന്നെ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെ എന്നൊരു വിലയിരുത്തലാണ് CPM പലപ്പോഴും ഇതിനെ പ്രതിരോധിക്കുന്നതും നേരിടുന്നതുമെല്ലാം. അതെന്ത് തന്നെയായാലും ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു പ്രതീതി പൊതുവിൽ ജനിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നാളെ ഹൈക്കോടതിയിൽ വരുന്ന ഹർജികൾ വളരെ നിർണായകം തന്നെയാണ്. അതിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉപഹർജികൾ അടക്കം പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഒരു വനിതാ ജീവനക്കാരി അടക്കം 24 മണിക്കൂറും അവിടെ ചോദ്യം ചെയ്യാനുണ്ടായ സാഹചര്യം അതെന്താണ് എന്നതാണ് കോടതിക്ക് മുൻപാകെ ഇവർ വിശദീകരിക്കേണ്ടത്. നേരത്തെ ഇത് സംബന്ധിച്ച് ഉപഹർജി സമർപ്പിക്കുമ്പോൾ തന്നെ ED പറഞ്ഞിരുന്നത് തങ്ങൾ നൽകിയ ഉറപ്പ് അറസ്റ്റ് ചെയ്യുകയില്ല എന്നത് മാത്രമാണ്. ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണമായ ഒരു വിവേചനാധികാരം അത് തങ്ങളിൽ തന്നെയാണ്. 3 പേരെയും അടുപ്പിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ വ്യക്തമാകാറുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരാളെയും പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നതാണ് അവർ ഉദ്ദേശിച്ചത്. മാത്രവുമല്ല, വനിതാ ജീവനക്കാരിയെ ചോദ്യം ചെയ്തത് വനിതാ ഉദ്യോഗസ്ഥ തന്നെയാണ്, ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ തന്നെയാണ് ചോദ്യം ചെയ്തതെന്ന് അവർ വ്യക്തമാക്കുകയുണ്ടായി. എന്നിരുന്നാലും ഇത് ഹൈക്കോടതിയുടെ മുന്നിലേക്കും കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ശശിധരൻ കർത്തയുടെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്വാഭാവികമായും നാളെ ഇത്തരം കാര്യങ്ങൾ കൂടി ശശിധരൻ കർത്തയുടെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടേക്കാം. രോഗാവസ്ഥയിലുള്ള ഒരാളെ ഇത്ര മണിക്കൂറോളമാണ് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തത്. അപ്പോൾ സ്വാഭാവികം ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെട്ടേക്കാം. എന്തായാലും CMRL മാസപ്പടി കേസ് സംബന്ധിയായ വിഷയങ്ങളിൽ ED അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം തന്നെയാണ് നിർണായക ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന്. ഡാനി സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. പ്രത്യേകിച്ചും ഇനിയുള്ള ചോദ്യം ചെയ്യലിന് ED തെരഞ്ഞെടുക്കുന്ന സമയവും രീതിയുമൊക്കെ ഏതെങ്കിലും തരത്തിൽ CPM-ന് നെഞ്ചിടിപ്പ് കൂട്ടുമോ ഡാനി? സ്വാഭാവികമായി അത് തന്നെ ഉണ്ടാക്കും. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിൽ ഇപ്പോൾ CMRL വരെ അത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. CMRL നിന്ന് നിങ്ങൾ എന്തിന് പണം കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കരാർ സംബന്ധിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം CMRL-ലെ ഏറ്റവും വലിയ ആളെ തന്നെ MD-യെ തന്നെ ചോദ്യം ചെയ്ത് കഴിയുകയും ചെയ്തു. ഇനി അടുത്തത് എക്സാലോജിക്കിലേക്കാണെന്ന് നിസ്സംശയം തന്നെ പറയാം. കാരണം സേവനം നൽകിയ കമ്പനി അതായിട്ടാണ്. അപ്പോൾ എന്ത് സേവനമാണ് നിങ്ങൾ നൽകിയതെന്ന് സ്വാഭാവിക ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് അവരോട് തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ പണം കൈപ്പറ്റിയതെന്ന ചോദ്യവും അവിടേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അതുകൊണ്ട് അടുത്ത നടപടി എന്നത് എക്സാലോജിക്കിലേക്ക് തന്നെയായിരിക്കും, വീണ വിജയനിലേക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയവുമൊന്നുമില്ല. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഭവ്യ, അതായത് കേസെടുത്ത 3 ആഴ്ചക്കകം തന്നെ CMRL-ലെ പ്രധാനപ്പെട്ടവരെല്ലാം ED ചോദ്യം ചെയ്തു. ED വളരെ മുന്നിലാണ് അല്ലേ?
അങ്ങനെ തന്നെയാണ്. കാരണം ഇത് നടപടികളുമായി മുന്നോട്ട് ED പോയത് മുതൽ ഇതിൽ വളരെ വേഗത്തിലാണ് അതിൻ്റെ ഒരു ട്രാക്ക് നീങ്ങിയിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് നീങ്ങുന്നത്. അതിൽ CMRL ഉദ്യോഗസ്ഥരെല്ലാം വിളിപ്പിക്കേണ്ടവരെല്ലാം തന്നെ 5 ഉദ്യോഗസ്ഥരെ 2 ദിവസങ്ങൾ 3 ദിവസങ്ങളിലായിട്ട് തന്നെ നിരന്തരം ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. MD ശശിധരൻ കർത്ത കോടതി മുഖേന ഇതിനെ ഈ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവ് തേടുമ്പോൾ അതിൽ പരിഗണനയ്ക്ക് വരുന്നതിനിടയിലുള്ള ഒരു ദിവസം നോക്കി തന്നെ ED അവിടെയും ചെന്നിരിക്കുന്നു. ആ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയിരിക്കുന്നു. നിലവിൽ CMRL അടക്കം ഏതാണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ നിന്ന് എടുത്ത രേഖകൾ, അവർ ഹാജരാക്കിയ രേഖകളും കർത്തയുടെ വീട്ടിൽ ചോദ്യം ചെയ്യലിനിടെ ED എടുത്ത രേഖകളുമുണ്ട്. ഇതിൻ്റെ എല്ലാം വിശദമായ പരിശോധനകളുടെ ഒരു ഫലം നാളെ കോടതിയിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. തങ്ങൾ ആവശ്യപ്പെട്ട രേഖകൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട്, അതുകൊണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് എന്നൊരു അപേക്ഷ EDയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. സ്വാഭാവികമായും അത് പരിഗണിക്കപ്പെടുകയും തന്നെ ചെയ്യും. കാരണം ഇതിൽ EDയുടെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും ഹൈക്കോടതിയോ അല്ലെങ്കിൽ മറ്റ് കോടതികളോ സ്വാഭാവികമായും ഇടപെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇതിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. മറിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുക തന്നെയാവും ചെയ്യുക. അതിൽ ഏതെങ്കിലും രീതിയിൽ അതിന് പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നതെല്ലാമാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഉപഹർജിയിലടക്കം ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്ന് ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യ കേസ് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പരിഗണിക്കുക. പക്ഷേ അതിനു മുൻപായിട്ട് EDയുടെ നടപടികൾ വളരെ വേഗത്തിലായിട്ടുണ്ട്. CMRL ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എക്സാലോജിക്കിലേക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്കുമാണ് അന്വേഷണം നീളുന്നത്. അങ്ങനെയെങ്കിൽ സമൻസ് അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ വളരെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ഒരു നോട്ടീസ് അയക്കാൻ ഉള്ള സാധ്യതകളെല്ലാം തന്നെ പൊതുവിൽ പലരും തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ കടക്കുമോ എന്നതെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതിൽ നാളത്തെ ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുമ്പോൾ അതിലെന്ത് ED നിലപാടെടുക്കുന്നു എന്നതെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. തീർച്ചയായും. എന്തായാലും CMRL ഉദ്യോഗസ്ഥരെ മുഴുവൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ED എങ്ങോട്ട് എന്നുള്ള ചോദ്യമാണ് പ്രധാനം. എക്സാലോജിക്കിലേക്കോ വീണ വിജയനിലേക്കോ എത്ര വേഗം ED എത്തുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇനി കിട്ടാനുള്ളത്. മാസപ്പടിയിൽ EDയുടെ മാസ് തുടരുകയാണ്.